ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷം നടത്തുകയാണ്. ഈ ദിവസം അമേരിക്കയിൽ ജീവിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ഈ നാടിൻ്റെ നിരവധിയായ നന്മകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര നന്മകളുടെ സമൃദ്ധിയുള്ള ഒരു നാടാണ് അമേരിക്ക. ഈ നാടിൻ്റെ നന്മകളിൽ 12 കാര്യങ്ങൾ, അതിൽ കൂടുതൽ, വളരെ കൂടുതലുണ്ട്. ഞാൻ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലായ 12 കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പങ്കുവയ്ക്കുന്നത് നാം ഈ നാടിൻ്റെ നന്മകൾ സമർത്ഥമായി സ്വീകരിച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കുന്നതിന്, സമ്പന്നം ആക്കുന്നതിനാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിക്കുന്നുവോ അവിടെ നിങ്ങൾ താമസിക്കുക. നമ്മളിവിടെ അമേരിക്കയിൽ വന്നു, നമ്മളിവിടെ അമേരിക്കയിൽ താമസിക്കുക. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നമ്മുടെ മനസ്സ് നാം ജീവിക്കുന്ന ഈ നാടിനോട് ചേർത്ത് നിർത്തുന്നതിന് നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവായി ഈ നാടിൻ്റെ നന്മകളെ പറ്റി പരാമർശിക്കുമ്പോൾ നമുക്കറിയാം, ഈ നാട്ടിൽ മനുഷ്യന് വിലയുണ്ട്, സമയത്തിന് വിലയുണ്ട്, പണത്തിന് വിലയുണ്ട്. ഭാരതത്തിൽ മനുഷ്യന് വിലയില്ല, സമയത്തിന് വിലയില്ല, പണത്തിനും വിലയില്ല. ഇതിന് വില നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു നാടാണ് ഭാരതം. ഈ വിലയും മൂല്യവുമൊക്കെ ഭാരതീയരായ നാം വീണ്ടെടുക്കണം. നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ പ്രത്യേക രീതി, മലയാളികൾ, ഞാൻ ഈ പള്ളിയിൽ വരുന്ന മലയാളികളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, മലയാളികളുടെ പ്രത്യേക രീതി, നമ്മൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കില്ല, മാത്രമല്ല ഒരു പടി കൂടി കിടന്ന് പള്ളിയിൽ പ്രാർത്ഥന കൂടുതലാണെന്ന് പറയുകയും ചെയ്യും. കോളേജിൽ പോകും, പഠിക്കില്ല, നന്നായിട്ട് കുഴപ്പം, കോളേജിൽ എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് വാങ്ങിക്കും, പക്ഷെ ഡോക്ടർ പറയുന്നത് പോലെ മരുന്ന് കഴിക്കുകയും മരുന്ന് പകുതിയിലധികം നമ്മൾ മിച്ചം വെച്ചേക്കുകയും. ഒരു കാര്യം എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നോ അതിന് വിപരീതമായ ശൈലി സ്വീകരിക്കുന്ന ഒന്നാണ് കേരളത്തിൽ, ഇന്ത്യയിൽ നാം കാണുന്നത്. അതേസമയം ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും, മലയാളത്തിൽ ചിലപ്പോൾ പറയാറുണ്ട്, ആസിഡ് ഫ്രീ ആയിട്ട് കിട്ടിയാലും അത് വാങ്ങി കുടിച്ചിട്ട് പോകും. കുടിച്ചാൽ അവൻ്റെ ഉദരമെല്ലാം കത്തിപ്പൊള്ളിപ്പോകും, എങ്കിലും ഫ്രീ ആണ് എന്ന കാരണത്താൽ അത് വാങ്ങിക്കും. പണം കൊടുക്കേണ്ടതാണെങ്കിൽ അത് വാങ്ങിക്കുകയില്ല. അങ്ങനെയുള്ള മനോഭാവത്തോടു കൂടിയ ഒരു സമൂഹത്തിൽ നിന്നും എത്തിയിരിക്കുന്ന നാം ഇവിടെ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ പേട്രിയോട്ടിക് സ്പിരിറ്റാണ്, അമേരിക്കൻ സ്പിരിറ്റ്. ഒരു വലിയ രാജ്യം, ഈ രാജ്യത്തോടുള്ള വലിയ കൂറ് സ്നേഹം, അത് നമുക്ക് എവിടെയും നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. അമേരിക്കയിൽ അമേരിക്കക്കാരാണ് നിറഞ്ഞ് ജീവിക്കുന്നത്. താരതമ്യപ്പെടുത്ത് പറയുന്നത് ഭംഗിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇന്ത്യയിൽ ഇന്ത്യക്കാരില്ല, കേരളത്തിൽ കേരളീയരില്ല. കേരളത്തിൽ കത്തോലിക്കരില്ല, കേരളത്തിലുള്ളത് സുറിയാനിക്കാരും മലങ്കരക്കാരും ലത്തീൻകാരും അർത്തമ്മക്കാരും യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും CSCക്കാരും ഒക്കെയാണ്. അവിടെ ക്രിസ്ത്യാനികളില്ല. ചങ്ങനാശ്ശേരിക്കാരും കുട്ടനാടുകാരും തെക്കൻ മിഷൻകാരും കിഴക്കൻ പ്രദേശക്കാരുമാണ്. പാലായിൽ പാലക്കാരും MC റോഡിന് കിഴക്കുള്ളവരും MC റോഡിന് പടിഞ്ഞാറുള്ളവരുമാണ് ഉള്ളത്. തലശ്ശേരിയിലെത്തിയാൽ അതുപോലെ തന്നെയാണ്. ഹൈ റേഞ്ചിലുള്ളവരുണ്ട്, ലോ റേഞ്ചിലുള്ളവരുണ്ട്. അതുപോലെ കന്നഡ ഭാഗത്തേക്ക് മാറിയുള്ള ആളുകളുണ്ട്. മറിച്ച് തിരുവാമ്പാടി, കുതിരാപ്പാറ, കൂടരഞ്ഞി അങ്ങനെ ആ പ്രദേശങ്ങളിലേക്ക് മാറി. അവിടെ
രാഷ്ട്രീയക്കാരുണ്ട്, പക്ഷെ രാഷ്ട്ര സ്നേഹമില്ല. കോൺഗ്രസ്സുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, കേരള കോൺഗ്രസ്സുകാരുണ്ട്, ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള BJP-ക്കാരുണ്ട്. പക്ഷേ കേരളത്തെ സ്നേഹിക്കുന്നവര്, ഭാരതത്തെ സ്നേഹിക്കുന്നവര്, അങ്ങനെയുള്ള വ്യക്തികൾ അവിടെയില്ല. നാം ഇവിടെ വരുമ്പോൾ കാണുന്നത് വൺ നേഷൻ, ഒറ്റ രാജ്യം എന്ന ഒരു ഫീലിംഗ്. നമ്മളൊരു സംസ്ഥാനത്തു നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ വളരെ അസാധാരണമായ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് എത്തിയ ഒരു പ്രതീതി നമുക്കില്ല. കേരളത്തിന്റെ വെള്ളം 44 പുഴകളിൽ ഒഴുകുന്ന ശുദ്ധജലം, അതിൻ്റെ ഒരു ഭാഗം തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ കൊടുക്കാൻ നമുക്ക് കേരളത്തിന് കഴിയുന്നില്ല. കാവേരി നദിയുടെ ജലം 3 സംസ്ഥാനങ്ങൾക്ക് വീതിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് ഈ കാലിഫോർണിയയിൽ തന്നെ വെള്ളം ലഭിക്കുന്നത് കാലിഫോർണിയയ്ക്ക് പുറത്തു നിന്നാണ്. അതിൻ്റെ പേരിൽ വിവാദങ്ങളൊന്നുമില്ല. വലിയൊരു രാഷ്ട്ര സ്നേഹം, അത് ക്രിസ്തീയമായ ഒരു കർമ്മമാണ്. നാം ജീവിക്കുന്ന നാടിനോട് കൂറു പുലർത്തുക, ഈ നാടിൻ്റെ സമഗ്ര വിമോചനത്തിന് വേണ്ടി സങ്കുചിത പ്രാദേശിക ഇടുങ്ങിയ ചിന്തകളില്ലാതെ വിശാലമായ ഒരു ചിന്താധാര അല്ലെങ്കിൽ കാഴ്ചപ്പാട് പുലർത്തുക എന്നുള്ളത്. രണ്ടാമത്, അമേരിക്കയിൽ ദി ഓണർ ദ ട്രൂത്ത്, സത്യത്തെ എപ്പോഴും വിലമതിക്കുന്നവരും ആദരിക്കുന്നവരുമാണ്. കേരളീയരുടെ പ്രത്യേകിച്ച് വക്രബുദ്ധിയാണ്. ധാരാളം ബുദ്ധിമാന്മാരുണ്ട്, വക്രബുദ്ധിയാണ് കൂടുതൽ, വിപരീത ബുദ്ധിയാണ് കൂടുതൽ. ഏതെല്ലാം തരത്തിലുള്ള കുൽസിത മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ അതൊക്കെ സ്വീകരിക്കുന്ന രീതികളാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു തെറ്റ് ചെയ്താൽ ഐ ആം റോങ്, ഐ ആം സോറി. നമ്മുടെ നാട്ടിൽ ഒരു തെറ്റ് ചെയ്താൽ അത് ന്യായീകരിക്കാനുള്ള അനേക വഴികൾ കണ്ടെത്തുന്ന രീതിയിൽ നമ്മളിവിടുത്തെ സത്യത്തോടും അതുപോലെ മൂല്യങ്ങളോടും പുലർത്തുന്ന ആ ആദരവ്, അത് നാം സ്വീകരിക്കേണ്ടതാണ്, അത് നമ്മൾ സ്വന്തമാക്കേണ്ടതാണ്. മൂന്നാമത്, ദേ ആർ കറേജിയസ്. ഭാരതീയരെ പറ്റി പറയാറുണ്ട്, സമാധാനത്തിൻ്റെ നാടാണ് ഭാരതമെന്ന്. ഓം ശാന്തി എപ്പോഴും ഇങ്ങനെ ഈ മന്ത്രം ഉരുവിടുന്നുണ്ട്. ഭാരതീയർ സമാധാനത്തിൽ കഴിയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഭാരതീയർ ഭീരുക്കളായതുകൊണ്ടാണ്. എല്ലാവരും തന്നെ ഭീരുക്കളാണ്. ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകും. എല്ലാവരും ഗ്രൂപ്പായിട്ട് കൂടി ഒച്ചയും ബഹളമെല്ലാം ഉണ്ടാക്കി ഇപ്പോൾ ഒരു പള്ളിയോഗമാണ് വിചാരിക്കുക. വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്ന് വിചാരിച്ചുകൊണ്ട് പറയും, എനിക്ക് അച്ഛനുമായിട്ട് വളരെ അടുപ്പമാണ്, അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ തമ്മിൽ വളരെ യാതൊരു പ്രശ്നമില്ല. പുറത്തിറങ്ങിച്ച് പറയും, ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം അച്ഛനോട് കൃത്യമായിട്ട് പറഞ്ഞു. നാം ഈ തരത്തിൽ നമുക്ക് ധീരതയില്ല. ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് പറയാൻ ഇവിടെ ആ ധീരതയുണ്ട്. സത്യം തുറന്നു പറയാനുള്ള, സത്യം അംഗീകരിക്കാനുള്ള അതൊരു വലിയ ധീരത, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പള്ളിയിൽ ഇപ്പോൾ അൾത്താര പണിയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പറയും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ പറയും, കൂട്ടുകാരോട് പറയും, ഇത് അച്ഛൻ്റെ സ്മാരകമാണ് പണിത് വയ്ക്കാൻ പോകുന്നത്. ഈ അച്ഛൻ പോയി കഴിയുമ്പോൾ അടുത്ത അച്ഛൻ കഴിയുമ്പോൾ ഇത് പറിച്ചു മാറ്റും. നമുക്കിതൊരു അത്യാവശ്യമുള്ളതല്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരികയാണെങ്കിൽ പറയും, അച്ഛൻ നമ്മുടെ അൾത്താരയുടെ പ്ലാൻ ഗംഭീരമായിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ നേരെ മറിച്ചും പറയും, നമ്മൾ ധീരന്മാരല്ല, ഈശോ എപ്പോഴും ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്ന് ഈശോ പറഞ്ഞു. ഈ ധീരത നമ്മൾ സ്വന്തമാക്കേണ്ടതാണ്. നാലാമത്, നാം ഈ രാഷ്ട്രത്തിൽ കാണുന്ന വലിയൊരു കാര്യം, ദേ ആർ വെരി ജനറസ്. എത്രയേറെ ഔദാര്യമാണ് ഈ രാഷ്ട്രം ലോകരാഷ്ട്രങ്ങളോടെല്ലാം കാണിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് എന്തുമാത്രം പാൽപ്പൊടിയും ഗോതമ്പും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവും മരുന്നുമൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും. ഇപ്പൊ നമുക്കറിയാം, ഈ സമ്മർ കാലത്ത് അമേരിക്കയിലെ ഭാരതത്തിൽ നിന്നുള്ള ധാരാളം വൈദികരും ബിഷപ്സും റിലീജിയസ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയേഴ്സും ഒക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ ലാറ്റിൻ പള്ളികളിൽ പോയി പ്രസംഗിച്ച് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമുള്ള ധനം ഇവരത് സമർത്ഥമായിട്ട് നൽകുന്നുണ്ട്. ഔദാര്യത്തോടെ നൽകാനുള്ള വലിയൊരു മനസ്സ്, നൽകുന്നതിൽ നമ്മൾ വളരെ പിന്നിൽ നിൽക്കുന്നവരാണ്. നമ്മളൊക്കെ വിദേശത്തു നിന്ന് വന്നവരാണ്, പക്ഷേ
നമുക്കിവിടെ തുല്യ അവസരങ്ങളല്ലേ. നാം പോലീസിനെ വിളിച്ചാലും ഇവിടെ 40 വർഷമായിട്ടോ 50 വർഷമായിട്ടോ ജീവിക്കുന്ന ഒരു വ്യക്തി വിളിച്ചാലും നമുക്ക് ഒരേ പരിഗണന ഇവിടെ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചല്ലേ. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ ഒരു പള്ളിയിൽ വന്ന് ഇടവക ചേർന്ന് അവിടെ താമസിക്കുകയാണെങ്കിൽ അയാളെ ഒരു യോഗത്തിലെടുക്കണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലാണ് യോഗ പ്രതിനിധിയായിട്ട് നിർദ്ദേശിച്ചാൽ നമ്മൾ പറയാം തമിഴനാണ്, അവൻ ഒരു മേസ്ത്രിയായിട്ടൊക്കെ വന്ന് അവനുടെ കൂടി നമ്മൾ അവനെ സ്വീകരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ചില പള്ളികളിൽ വരുത്തന്മാർ ഇരുത്തന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പണ്ട് മുതൽ ഇവിടെ ഉള്ളവർ മറ്റവർ ഇപ്പോൾ വന്നവര് ഇങ്ങനെയുള്ള. പക്ഷെ ഇവിടെ എത്ര ഔദാര്യത്തോടെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. ആ ജനറോസിറ്റി വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും അവസരങ്ങൾ, നമ്മൾ മിടുക്കരാണെങ്കിൽ ആ സാമർഥ്യം തെളിയിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുമുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ധാരാളം പഞ്ചാബികൾ എഞ്ചിനീയേഴ്സ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഒറ്റയാൾ പോലും അവിടെ അത്തരത്തിൽ ജോലിക്കില്ല. കേരളത്തിലെ ജോലി കേരളീയർക്ക് തന്നെ വേണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നു. മറ്റൊരാൾ വന്നാൽ നമ്മൾ അംഗീകരിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. ഏതെങ്കിലും തരത്തിൽ നാട് വിട്ടു പോകത്തക്ക സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കും. എന്നാൽ ഇവിടെ മറിച്ചുള്ള വലിയൊരു ഔദാര്യം, ക്രിസ്ത്യൻ സ്പിരിറ്റാണ് ഔദാര്യം എന്ന് പറയുന്നത്. അതുപോലെ 5ാമത് ഒരു വർക്ക് കൾച്ചർ, നോബിളായിട്ടുള്ളൊരു തൊഴിൽ സംസ്കാരം നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു വലിയ നന്മയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും നഷ്ടപ്പെട്ടു പോയ ഒന്ന് ഒരു വർക്ക് കൾച്ചർ ഇല്ല എന്നുള്ളതാണ്. ജോലിയെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർ, ഇപ്പം നിങ്ങളിവിടെ നമ്മളിവിടെ ആയിരുന്നുകൊണ്ട് നിങ്ങളിപ്പോൾ നാട്ടിൽ ഒരു വീട് പണിയിപ്പിക്കാൻ നമ്മളെ ഏൽപ്പിച്ചാൽ ഒരിക്കലും കൃത്യമായിട്ട് പണിയുകയില്ല. ആ പണിയിൽ എന്തെല്ലാം കൃത്രിമം കാണിക്കാൻ കഴിയുമോ അതെല്ലാം കാണിക്കും. സമയത്ത് വരികയില്ല. നമ്മളൊരു സർക്കാർ ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ ഏത് തരത്തിലാണ് നമ്മളെ ഉപദ്രവിക്കേണ്ടത് എന്ന ചിന്തയാണ് അയാളുടെ മനസ്സിലുള്ളത്. നമ്മളിവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് എത്തിയതാണ്, നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, നമുക്ക് അധികം ദിവസങ്ങളില്ല. നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ അയാൾക്ക് പറഞ്ഞു തരാൻ കഴിയും ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇന്ന അപേക്ഷ വയ്ക്കണം, അത് ഇന്നത് ചെയ്യണം, ഇത്രയും ചെയ്താൽ അത് ലഭിക്കുമെന്ന് പറയുന്നതിന് പകരം അത് ഇവിടെയല്ല കിട്ടേണ്ടത് വേറൊരു സ്ഥലത്താണെന്ന് നമ്മൾ പറഞ്ഞു തരും. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഇവിടെ നിന്നൊരു കത്ത് കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ, അവർ തിരിച്ച് നിങ്ങൾ അന്നേരത്തേക്ക് തന്നെ പോകും. ഇങ്ങനെ നമ്മളെ ഇട്ട് വട്ടം കറക്കുന്ന, ഇവിടെ നേരെ മറിച്ച് ഏത് തരത്തിലാണ് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത്. ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെല്ലുകയാണെങ്കിൽ നല്ല ഡ്രൈവറാക്കി നമ്മളെ വിജയിപ്പിക്കണമെന്നുള്ളതാണ് അവിടെ ആഗ്രഹം. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ്. ടെസ്റ്റിന് എന്നാൽ ഇവനെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും, എങ്ങനെ ഇവനെ തോൽപ്പിച്ച് ഇവനിൽ നിന്നും 2ഓ 3ഓ പ്രാവശ്യം പണം വാങ്ങിക്കാൻ കഴിയും, ആ ഒരു ചിന്തയാണ് നമ്മുടെ നാട്ടിൽ. ഒരു വർക്ക് കൾച്ചർ അത് നമ്മൾ സ്വന്തമാക്കേണ്ടതാണ്. ക്രിസ്തീയ സംസ്കാരത്തിന്റെ വലിയൊരു നന്മകളിൽ ഒന്നാണ്. അത് ഇവിടെ ജീവിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം. 6ാമത് അൺപ്രിറ്റൻഷ്യസ് ആണ്, കപടനാട്യങ്ങളില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി മലയാളികളായിരിക്കുന്ന ആളുകൾ, കേരളത്തിലുള്ളവർ ഒത്തിരി നടിക്കുന്നവരാണ്. ഉള്ളതില്ലാന്നും ഇല്ലാത്തതുണ്ടെന്നും നടിക്കും. ധനമുള്ളവര്, ഒത്തിരി പണമുള്ളവര് അവർ പറയും ഓ ഉള്ളിക്കും മല്ലിക്കും ഒക്കെ എങ്ങനെ വില കൂടിയാൽ നമ്മൾ സാധാരണക്കാർ എങ്ങനെ ജീവിച്ചു പോകും, ഭയങ്കര കഷ്ടപ്പാടാണ്. ധാരാളം പണമുള്ളവർ ഇല്ല ഇല്ല എന്ന് പറയും. നമുക്കില്ലാത്തത് നമ്മൾ ഉണ്ടെന്ന് നടിക്കുകയും ചെയ്യും. നമ്മൾ നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഇവിടെ വല്യമ്മച്ചിമാരൊക്കെ ഇംഗ്ലീഷാണ് പറയുന്നത്, എല്ലാം ഇംഗ്ലീഷ് പറയും. വല്യമ്മച്ചി പറയാണ് അവിടെ പോയതാണ്, ആശുപത്രിയിൽ പോയതാണ്, അവൻ്റെ ഭാര്യയുടെ കൂടെ പോയതാണ്. എന്നിട്ട് അവിടെ ചെന്ന് അവിടെ ചെറുപ്പക്കാരൻ ഡോക്ടറാണ്. ഡോക്ടറെ കണ്ടപ്പോൾ ഇവരുടെ പ്രഷറാണ് കൂടി, വലിയ പ്രഷറാണ് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു, അപ്പോൾ ഡോക്ടർക്ക് ആളുടെ മൂത്രം ടേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇംഗ്ലീഷിലേ പറയുള്ളൂ. ഇല്ലാത്തത് ഉണ്ടെന്ന് നടിക്കുക, ഉണ്ടെന്ന് നടിക്കുന്ന ഒരു കാപട്യത്തിൻ്റെ ഒരു രീതി, അത് മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ രീതിയാണ്. നേരെ മറിച്ച് സത്യത്തെ സത്യമായിട്ട് അംഗീകരിക്കാനുള്ള, നമ്മളങ്ങനെ നടിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കേരളത്തിലുള്ളവർ ചൂഷണം ചെയ്യാനിടയാകുന്നത്. പല ആളുകളും ഇവിടെ നിന്നും അമേരിക്കയിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവരുടെ രീതികളൊക്കെ കണ്ടാൽ തോന്നും അവർ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവാണ് എന്ന ചിന്ത കൊടുക്കത്തക്ക രീതി നമ്മൾ പെരുമാറും. അതുകൊണ്ട് അവർ നമ്മളെ നന്നായിട്ട് ചൂഷണം ചെയ്യും. എനിക്ക് ഗിഫ്റ്റുകളൊക്കെ ഇവിടുന്ന് പല ആളുകളും കൊണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് 90
99 സെന്റിനകത്ത് മേടിച്ചുകൊണ്ടു അത് വലിയ വിശേഷപ്പെട്ട എന്തോ കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് വലിയ കാര്യമായിട്ട് വെച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇതിനകത്ത് കഥയൊന്നുമില്ല. ഇത് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവർ മേടിക്കുന്നവരാണ്. ഇവിടെ ഏഴാമത് വെർബൽ ഹൈജീൻ, വാക്കുകളുടെ സംശുദ്ധി, വളരെ പോസിറ്റീവ് പൊളൈറ്റ് ഭാഷ നമുക്ക് എപ്പോഴും കേൾക്കാൻ കഴിയും. നമ്മൾ കേരളത്തിൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇല്ല എന്ന വാക്ക് എന്നാന്നുണ്ട്. ഇല്ല, നെഗറ്റീവ്, കുഴപ്പമില്ലായിരുന്നു. കല്യാണത്തിന് പോയി സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? മോശമില്ലായിരുന്നു. ഇല്ലാതെ പറയൂ. പ്രസംഗം എങ്ങനെയുണ്ട്? വലിയ തെറ്റ് പറയാനില്ല. നമ്മൾ അങ്ങനെ ഇല്ല ഇല്ല എന്ന കുട്ടിയെ പറയൂ. ഇവരെ അതേസമയം നേരെ മറിച്ചാണ്. ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നമ്മൾ പറയാണ് ഞാൻ സാന്റാനയുടെ പാസ്റ്റർ, ഓ സാന്റാന, ഗ്രേറ്റ്, വണ്ടർഫുൾ. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കില്ല. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. നമ്മൾ തെറ്റില്ല, ആരും കുറ്റം പറയില്ല. നെഗറ്റീവായിട്ടുള്ള ഭാഷ, അതുപോലെ ഡബിൾ സ്പീക്ക്, ദുരർത്ഥങ്ങൾ ധാരാളം ഉപയോഗിച്ചുകൊണ്ട്. അതേസമയം ഇവിടെ പോസിറ്റീവായിട്ടുള്ള വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ സർക്കാർ ഓഫീസിലൊക്കെ എത്ര പേടിച്ച കയറി ചെല്ലുന്നത്. നമ്മളവിടെ ഇരിക്കുന്ന ക്ലർക്കിന്റെ അടുക്കലൊക്കെ നമ്മൾ ചെല്ലുന്നത് ഈ ജന്മിമാരുടെ അടുക്കൽ പണ്ട് അടിയാറായിരുന്ന ആളുകളൊക്കെ കയറി ചെല്ലുന്ന പോലെ നമ്മൾ ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. അയാള് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഫയലിനകത്താണ് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അയാൾ ഇങ്ങോട്ടൊന്നും നോക്കാൻ നോക്കുന്നു. അയാൾ വളരെ ക്രൂരമായിട്ട് മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത മട്ടില് നമ്മൾ മൃഗശാലയിൽ ചെല്ലുമ്പോൾ ഒറാങ്ങോട്ടാണ് നോക്കുന്ന പോലെ അയാൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ സാറ് അപ്പൊ അയാൾ എടുത്ത ആ ഫയൽ അവിടെയാണ് ഇങ്ങോട്ട് ഉള്ളത്. അവിടെ ചെല്ലുമ്പോൾ വത്സമ്മയുടെ അടുത്ത് വത്സമ്മ പറയും തങ്കപ്പനെ എടുക്കാം, തങ്കപ്പൻ ഒരാഴ്ചത്തേക്ക് ലീവാണ്. അങ്ങനെ നമ്മളെ അതിനകത്ത് തന്നെ ഇട്ട് വട്ടം കിടക്കും. ഒരിക്കലും ഒരു നമ്മളോടൊരു നല്ല എന്താ ആവശ്യമുള്ളത്, എന്താ സഹായം വേണ്ടത്, ആരെയും അന്വേഷിക്കുന്നത്, ആ തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഭാഷയിൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഏത് മനുഷ്യരിലും ഒത്തിരി നന്മയുണ്ട്. ആ നന്മ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ, ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിന്മയായിട്ടുള്ളതിനെ പറ്റി നമ്മളെപ്പോഴും പറയുന്നു. പള്ളിയിൽ വന്നാലും പള്ളിയിലെ തിന്മയായ കാര്യങ്ങൾ പറയുന്നു. പ്രാർത്ഥനയ്ക്ക് നില കൂടുതലാണ്, പുസ്തകത്തിന് നില കൂടുതലാണ്. എല്ലാത്തിനും പള്ളി പിന്നെ എന്തിനുള്ളതാണ്? പള്ളി വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളതാണ്. കോളേജിലെ പിള്ളേർ കേരളത്തിൽ അത് തന്നെയാണ് പറയുന്നത്. കോളേജിൽ എന്തിനാണ് സാറുമാർ വരുന്നത്? കോളേജിൽ എന്തിനാണ് ബെല്ലടിക്കുന്നത്? കോളേജിലെ കോളേജിലേക്ക് വരുന്ന കുട്ടികൾ ആവശ്യപ്പെടുന്നത് 4 ബെല്ലടിച്ചാലും ക്ലാസ് ഇല്ലെന്നാണ്. ബെല്ലടിക്കുമോ, 4 ബെല്ലടിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ എന്തിനാണ് കോളേജിൽ വരെ കഷ്ടപ്പെട്ട് വരുന്നത്? ക്ലാസ് ഇല്ല എന്ന് പറയുമ്പോഴാണ് കോളേജിൽ സന്തോഷം. ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കുക, ഭയങ്കര സന്തോഷമാണ്. നേരെ മറിച്ചാണ് ഉണ്ടാകുന്നത്. പോസിറ്റീവായിട്ടുള്ള നന്മയുടെ വാക്കുകൾ, ധാരാളം നന്മയുടെ ചിന്തയിൽ നിന്നും ഉണ്ടാവണം. അതുപോലെ 8ാമത് റൂൾ ഓഫ് ലോ. എല്ലാത്തിനും ഒരു നിയമമുണ്ട്, സിസ്റ്റമുണ്ട്. ആ നിയമവാഴ്ചയുടെ ഇവിടെ ഈ അടുത്ത ദിവസങ്ങളൊക്കെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നത്, കോടതിയെ വെല്ലുവിളിക്കുന്നത്, ജഡ്ജിമാരെ വെല്ലുവിളിക്കുന്നത്. നിയമം ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ നിയമം ബാധകമാണ്. നിയമമുണ്ടോ അതെല്ലാവരും പാലിക്കും. നമ്മുടെ പള്ളികളിൽ ചെന്നാൽ കുമ്പസാരക്കുട്ടി പോലും ചിലപ്പോൾ വനിതാ പോലീസിനെ നിയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ പള്ളികളിലെ കുമ്പസാരക്കുട്ടി പോലും. ഇവിടെ പിന്നെ കുമ്പസാരം കുറവായതുകൊണ്ട് ആ പ്രശ്നമില്ല. നാട്ടിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ഇടിയാണ് കുമ്പസാരക്കുട്ടി. അതുപോലെ അവസാന തിരുനാളിൽ സാക്ഷിമാർ എത്ര വേളം വെച്ച് വരുന്നത്, ലൈനായിട്ട് വരുന്ന എല്ലാവർക്കും ഉള്ള ഓലയുണ്ട്. ഇതെല്ലാം പറഞ്ഞാലും ഭയങ്കര തിരക്കും ബഹളവും എല്ലാം നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു ഓർഡർ, സിസ്റ്റം, ലോ അത് എബൈഡ് ചെയ്യാൻ, അത് അമേരിക്കയിൽ താമസിക്കുന്ന നമുക്ക് മലയാളികളെ ഇത് കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു കർമ്മമുണ്ട്. നിയമപുസ്തകമാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകങ്ങൾ, 5 പുസ്തകങ്ങൾ. നിയമം എന്ന് പറയുന്നതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ആ നിയമത്തിന്റെ വാഴ്ച, ഡിസിപ്ലിൻ, അത് നമ്മൾ ഈ നാട്ടിൽ നിന്നും കണ്ട് പഠിച്ച് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ 9ാമത് എക്കോ ഫ്രണ്ട്ലി ലൈഫ് സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പുഴകളും തോടും വഴിയും പരിസരങ്ങളും എല്ലാം വളരെ വൃത്തിയായിട്ട്, പൊതുസ്ഥലങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇപ്പം ഞാൻ പറയും, എൻ്റെ മുറിയിൽ നിങ്ങൾ വന്ന് നോക്കിയാൽ ഒത്തിരിയേറെ അവിടെ ഇവിടെ എല്ലാം പുസ്തകങ്ങളും കള്ളാസും എല്ലാം കൂട്ടിയിട്ടേക്കും. നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ഒത്തിരിയുടെ ക്രമീകരിച്ച് വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സൗകര്യം കുറിക്കാൻ. സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്.
ഇനി വലിയൊരു വിശാലമായ മുറി തന്നാൽ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയ മുറിയായതുകൊണ്ട് അത്രയും സ്ഥലം വൃത്തികേടാക്കാൻ പറ്റുന്നുള്ളൂ. വലിയൊരു മുറി തന്നാൽ അത്രയും കൂടുതൽ ഭാഗങ്ങൾ വൃത്തികേടാക്കുന്നുണ്ടാതെ അത് മുഴുവൻ വലിയ മുറിയാകുമ്പോൾ ഇത് മുഴുവൻ ആർക്ക് പറ്റും ക്ലീൻ ചെയ്യാം. നമ്മളിവിടെ ഒരു രാഷ്ട്രം മുഴുവനും ക്ലീനായിട്ട് സൂക്ഷിക്കുന്നു. നമ്മുടെ പുഴകളെല്ലാം അനിയമസമാണ്. നമ്മൾ പമ്പയാറ് പുണ്യ നദി എന്ന് പറയും. അത് 6 കോടി മനുഷ്യരുടെ ജൈവ മാലിന്യങ്ങൾ ഒഴുകുന്ന ഒരു പുഴയാണ്. എല്ലാ ജൈവ മാലിന്യങ്ങളും ഒരു പ്രത്യേക പൂജയുടെ അല്ലെങ്കിൽ പ്രത്യേക തീർത്ഥാടന കാലത്ത് അതിലൂടെ ഒഴുകിക്കൂടുക. എല്ലാ തോടുകളും അതുപോലെയാണ്. എല്ലാ കുളങ്ങളും വഴിയറികളും ആര് പറയുന്നത് കേട്ട് വളരെ മാന്യമായിട്ടാണ് വേസ്റ്റൊക്കെ വഴിയിലുണ്ടായിരുന്നത്. ടൈ പാൻസൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി നല്ല സൂട്ട്കേസിനകത്താണ് കൊണ്ടുപോകുന്നത്. വേസ്റ്റ് വഴി തള്ളാൻ വേണ്ടി ആർക്കും സംശയം തോന്നിയില്ല. അതല്ല ഇവിടെ യാത്രയ്ക്ക് പോകുന്ന പോലെ അല്ലെങ്കിൽ ഗംഭീരമായിട്ട് പോകും. അതിനകത്ത് പ്ലാസ്റ്റിക് ബാഗിനകത്ത് പൊതിഞ്ഞ് കെട്ടി എല്ലാം വേസ്റ്റാണ്. എന്നിട്ടത് ആളില്ലാത്തടത്തുനിന്ന് അത് ടച്ച് സൂട്ട്കേസൊക്കെ ആയിട്ട് തിരിച്ചു പോയി. ഇത് രാഷ്ട്രത്തെ പ്രകൃതിയെ മാനിക്കുന്നു, മൃഗങ്ങളെ മാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഇതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ട നന്മയാണ്. 10ാമത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള റീഡിങ് ഹാബിറ്റാണ്. തേഴ്സ്റ്റ് ഫോർ നോളജ്. ഇവിടുത്തെ ലൈബ്രറികളൊക്കെ ചെല്ലുമ്പോൾ കോസ്കോയിൽ ചെല്ലുമ്പോൾ കാണുന്ന പോലെ തന്നെ ധാരാളം ആളുകൾ ധാരാളം പുസ്തകങ്ങൾ എടുക്കുന്നു, വായിക്കുന്നു. നമ്മളൊരു ബസ്സിൽ കയറിയാലല്ല പ്ലെയിനിൽ കയറിയാൽ എപ്പോഴും എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ റീഡിങ് ഹാബിറ്റില്ല. നമുക്ക് പണ്ട് മുതലുള്ള നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ അതിലെ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ വസ്തുക്കളിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. പണ്ട് നമ്മുടെ വീട്ടിൽ ചെന്നാൽ വലിയ കലം, വലിയ ചെമ്പ് പാത്രം, വലിയ ഉരുളി അതൊക്കെയായിരുന്നു പഴയ. ഇന്നിപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മുടെ വീടുകളിൽ ചെന്നാൽ സ്പൂണ്, ഫോർക്ക്, പിന്നെ അതുപോലെ പ്ലേറ്റ്, ഇതെല്ലാം നമ്മൾ മുഖ്യ സ്ഥാനങ്ങളിൽ വെച്ചിരിക്കും. നമുക്കൊരു 10 പുസ്തകം നമ്മുടെ വീട്ടിൽ ഒരു റീഡിങ് വായിക്കുന്നവരാണ്, അക്ഷരത്തെ സ്നേഹിക്കുന്നവരാണ് തോന്നുന്ന തരത്തിൽ നമ്മൾ പെരുമാറുകയില്ല. നമ്മളെല്ലാവരും അക്ഷരത്തെ സ്നേഹിക്കണം, അറിവിനെ സ്നേഹിക്കണം. ജ്ഞാനതൃഷ്ണ നമ്മൾ വളർത്തിയെടുക്കണം. അത് ബ്രാഹ്മണ്യ ഭാവങ്ങളിൽ ഒന്നാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ബ്രാഹ്മണ്യ ഭാവം ഈ ജ്ഞാനതൃഷ്ണയാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളികൾക്ക് ലൈബ്രറികളില്ല, നമ്മുടെ സിറ്റികളിൽ, പഞ്ചായത്തുകളിൽ അവിടെ ഒന്നും എല്ലാവർക്കും ഉപകാരപ്രദമായ തരത്തിലെ പുസ്തകങ്ങൾ. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ്. 11ാമത് സോഷ്യൽ കൾച്ചർ. കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം, കേരളം സോഷ്യൽ കൾച്ചറിന്റെ കാര്യത്തിൽ വളരെ ബാക്ക്വേർഡാണ്. നമ്മളിവിടെ വളരെ നല്ലതായിട്ട് കാണുന്നത് സോഷ്യൽ കൾച്ചർ. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇവരെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കോ സ്വാതന്ത്ര്യത്തിലേക്കോ കൈകടത്തില്ല. ഇവിടെ ഞാനിവിടെ താമസിക്കുന്ന ഇവിടെ ചിലപ്പോൾ എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രാത്രിയിൽ ഭാര്യയും ഭർത്താവും കൂടി വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു വെക്കേഷൻ ബൈബിൾ പ്രോഗ്രാം നടക്കുന്നു. അപ്പം അതിന് നിത്യ എന്ന പെൺകുട്ടി അവൾ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞിട്ട് ഇവിടെ തനിയെ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണെങ്കിൽ ആ ഒരു കുട്ടി ഒരു 4 ദിവസം അടുത്ത് വന്നെങ്കിൽ ഇവിടെ അയലോക്കത്തുള്ളവർ വെറുതെ 2ാമത്തെ ദിവസം കയറി വരും. ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ടോ വെച്ചാൽ നോക്കാൻ വേണ്ടി. പത്രം നോക്കാനൊന്നുമല്ല, വന്നിട്ട് കുട്ടിയെല്ലാം മൊത്തം നോക്കി പോകും. പിറ്റേ ദിവസം പത്രം തിരിച്ചു തരാൻ വേണ്ടി വരും ആ കുട്ടി വരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് സംശയമുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ രീതി അത്ര സുഖമല്ല. നമ്മളിതിനെപ്പറ്റി വളരെ കാരണം സ്വകാര്യതയിലേക്ക് കയറി എപ്പോഴും സംശയത്തോടു കൂടി എപ്പോഴും അവരെ തരം താഴ്ത്തുന്ന രീതിയിൽ ഇവിടെ ആർക്കും ആരുടെയും സ്വകാര്യതയിലേക്ക് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് നീ ചെയ്തു, ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ ഞാൻ അതിന് തടസ്സമല്ല എന്നൊരു വലിയ ഒരു സ്വാതന്ത്ര്യ ബോധവും അത് മറ്റുള്ളവർക്ക് നൽകാനുള്ള നല്ല മനസ്സുമുണ്ട്. അതുപോലെ ആ സോഷ്യൽ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ പള്ളിയിലൂടെ ഇരിക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെല്ലാവരും ഒന്നിച്ച് ഇടകലർന്നാണ്. കേരളത്തിൽ നമുക്കറിയാം, സ്ത്രീകൾ ഒരു വശത്ത്, പുരുഷന്മാർ ഒരു വശത്ത്. ബസ്സിലാണെങ്കിൽ അതുപോലെ തന്നെയാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ നേരെ മറിച്ചാണ്. കർണാടകയിലൊക്കെ ചെന്നാലും ബസ്സിൽ കയറിയാലും മിക്കവാറും ഇടകലർന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഇരുത്താത്ത എന്താണെന്ന് വെച്ചാൽ, ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം എന്നെ ഇരുത്തിയാൽ എൻ്റെ കൈ നീളുന്ന ഇത്രയും ഭാഗങ്ങൾ ഒരു ഡേഞ്ചർ സോണായിട്ട് പ്രഖ്യാപിക്കണം. അതിനകത്ത് ഒരു സ്ത്രീ വന്നിട്ട് അത് അപകടമാണ്. പിന്നെ എൻ്റെ കൈ മാത്രമല്ല, കാലും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. കാല് നീളുന്ന അത്രയും ഭാഗം ഡേഞ്ചറാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ് ആ ഭാഗം. ഇവിടെ സ്ത്രീകൾ ഇവിടെ ഇരിക്കാവുള്ളൂ, പുരുഷന്മാരിവിടെ ഇരിക്കാവുള്ളൂ. അങ്ങനെ കൃത്യം സോഷ്യൽ കൾച്ചറിൻ്റെ നമുക്കിവിടെ അത് നന്നായിട്ട് സോഷ്യൽ കൾച്ചർ വളരെ ഭംഗിയായിട്ട് നമ്മളത് ക്രിസ്തീയത എന്ന് പറയുന്നത് ഭക്തി മാത്രമല്ല, ഒരു സംസ്കാരം കൂടി, നന്മയുടെ ഒരു സംസ്കാരം കൂടിയാണ്, ആദരവിൻ്റെ ഒരു സംസ്കാരം കൂടിയാണ്.
ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുള്ള സെൻസ് ഓഫ് ഹിസ്റ്ററിയാണ്. വലിയൊരു ചരിത്ര ബോധം അവർക്കുണ്ട്. പഴയ കാര്യങ്ങൾ അവയൊക്കെ സൂക്ഷിക്കാനുണ്ട്. ഇപ്പം ഞാൻ ഈ അനഹൈമിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഒരു ഹ്യൂജ് ട്രീ, അതിൻ്റെ പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച്. ഇപ്പം ഞാൻ അതിൻ്റെ അടുത്തുള്ള ബൈസന്റൈൻ പള്ളിയിൽ പോയതാണ്. അപ്പം അച്ഛനോട് ചോദിച്ചു എന്താണ് ഈ ട്രീയുടെ ഇമ്പോർട്ടൻസ് എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇതാണ് ഈ അനഹൈമിലുള്ള ഓൾഡസ്റ്റ് ട്രീ ഇതാണ്. അപ്പം ആ ട്രീ പ്രിസർവ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണു, അത് പ്രിസർവ് ചെയ്തിരിക്കുന്നതാണ്. ചരിത്രബോധം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സഭയുടെ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. ആ ചരിത്രം അറിഞ്ഞെങ്കിലേ നമുക്ക് സഭയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ചരിത്രം അറിഞ്ഞാലേ നമുക്ക് കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ ചരിത്രബോധം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ നന്നായിട്ട് പകർന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ് ആർ യു ആൻ ഇന്ത്യൻ എന്ന് ചോദിച്ചാൽ അവനല്ല അവൾ പറയും നോ, മൈ പേരൻസ് ആർ ഇന്ത്യൻസ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അങ്ങനെയാണ് നീയും നിന്റെ പേരൻസുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമുള്ളത്, എന്തെങ്കിലും ബന്ധമുണ്ടോ? യുവർ പേരൻസ് ആർ ഇന്ത്യൻസ് ബട്ട് യു ആർ നോട്ട് ഇന്ത്യൻസ്. ദാറ്റ് ഇസ് എ ഡീലിംഗ്. അതല്ല വേണ്ടത്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. യു ആർ ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ലൈഫ് ഓഫ് യുവർ പേരൻസ്. അങ്ങനെ ഒരു സെൻസ് കുഞ്ഞുങ്ങളിലേക്ക് പകരണം. ഇവിടെ ചരിത്രബോധം നന്നായിട്ട് അവരെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ അമേരിക്കയിലെ ഒത്തിരി നന്മകൾ നമ്മൾ സ്വന്തമാക്കാനുണ്ട്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന ദിവസം ഭാരതത്തിൻ്റെ നന്മകൾ നാം ആദരിക്കുന്നതോടൊപ്പം നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മകൾ നമ്മൾ സ്വന്തമാക്കുകയും ചെയ്യും. ഈ നാടിന് ഒരു കൂറ് നമ്മൾ പുലർത്തണം. ഈ നാടിനെ നമ്മൾ സ്നേഹിക്കണം. ഈ നാട് നന്നായിട്ട് നിലനിന്നെങ്കിലേ നമുക്ക് നിലനിൽക്കുള്ളൂ. ഇവിടെ ജോലി ഉണ്ടെങ്കിലേ നമുക്കും ജോലി കിട്ടുകയുള്ളൂ. ഇവിടുത്തെ പണത്തിന് വില ഉണ്ടെങ്കിലേ നമുക്കും നന്നായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ നാടിൻ്റെ നന്മകൾ സ്വന്തമാക്കുകയും ഈ നാടിനെ സ്നേഹിക്കുകയും ചെയ്യും. അങ്ങനെ പൗരബോധമുള്ള നല്ല വ്യക്തികളാകുമ്പോഴാണ് നമ്മൾ നല്ല ക്രൈസ്തവർ ആയിത്തീരുകയും ചെയ്യും. നമുക്ക് ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാടിൻ്റെ മധ്യസ്ഥ, ഭാരതത്തിൻ്റെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ് ക്രൈസ്തവരുടെ ദൃഷ്ടിയിൽ. അമേരിക്കയുടെ മധ്യസ്ഥ ഗോതലപ്പയിലെ അമ്മയാണ്. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് രാഷ്ട്രങ്ങളെയും നന്മയിൽ കാത്തു സൂക്ഷിക്കണമേ. നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിന് ധാരാളം നന്മകൾ, നന്മയുടെ വഴികൾ, ആ വഴികൾ സഞ്ചരിപ്പിക്കാൻ നമ്മുടെ പ്രവാചകന്മാരെയും ധീരരായ രാഷ്ട്രതന്ത്രജ്ഞന്മാരെയും ഒക്കെ നൽകി ആ നാടിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നന്മയുടെയും മൂല്യങ്ങളിലും ഒക്കെ വിശ്വാസമുള്ള നല്ല വ്യക്തികൾ ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തുന്നതിന്